റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്തായാലും IPL 2026 സ്റ്റാർട്ട് ചെയ്തത് ഒരു വിവാദ ക്യാച്ചുമായിട്ടാണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മളും IPL 2026 ക്രിക്കറ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വിത്ത് 3 points തന്നെയാണ് ഫുട്ബോൾ നമ്മൾ ചെയ്യുന്നത്. അത് ക്രിക്കറ്റിലേക്കും കൂടെ കൊണ്ടുവരികയാണ്. സോ നിങ്ങൾക്ക് നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അവരാണ് ചാമ്പ്യന്മാർ അല്ലേ? അവരപ്പോൾ അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഇതിങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. ഇതാണ് ഒരു ചാമ്പ്യൻസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ സക്സസ്ഫുൾ റൺ ചേസിൻ്റെ കാര്യം പ്ലസ് 200+ റൺസ് ഉള്ളതിൽ ഇപ്പോൾ നിലവിലുള്ള ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തന്നെയാണെന്നുള്ളതാണ്. ഇതൊരു നല്ല സ്റ്റാർട്ട് തന്നെയാണ്, അതിനകത്ത് നമുക്ക് ഒന്നും പറയാനില്ല. പോയിന്റ് 2 എന്ന് പറയുന്നത് ജേക്കബ് ഡഫി, ദ പ്ലെയർ ഓഫ് ദ മാച്ച്. എന്തുകൊണ്ടാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 4 ഓവറിൽ 22 റണ്ണ് 3 വിക്കറ്റ്. ഇതല്ല കേട്ടോ ഞാൻ കണ്ടിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം. അതിൽ 13 ഡോട്ട് ബോൾസ് എറിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 പന്ത്. ഈ 24 പന്തിൽ 13 പന്തും ഡോട്ട് ബോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓവറും പുള്ളി ഡോട്ട് ബോൾ എറിഞ്ഞു. 2 ഓവറിൽ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 2 ഓവർ എന്ന് കൺസിഡർ ചെയ്യാം. ഡോട്ട് ബോൾ എറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്നുള്ളത് കണ്ണും പൂട്ടി നമുക്ക് പറയാം എന്നുള്ളതാണ് അല്ലേ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡ് തന്നെയാണ്. എസ്പെഷ്യലി ബംഗളൂരുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബാറ്റിംഗ് സൈഡ് തന്നെയായിരുന്നു. അതിപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പട്ടിദാർ ആണെന്നുണ്ടെങ്കിലും പഠിക്കലാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. ആൻഡ് എടുത്ത് പറയേണ്ടത് ആരെയാണ്? യെസ്, വിരാട് കോഹ്ലി. IPL വിരാട് കോഹ്ലിയെ കുറിച്ചൊരു എക്സ്പ്ലനേഷന് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ വിജയുടെ ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ അടിച്ചാൽ താങ്കമാട്ടെ. അതുപോലെ തന്നെയാണ് കോഹ്ലി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഹ്ലിയുടെ ബാറ്റ് വെച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റു ടീമുകൾക്ക് താങ്ങാനേ പറ്റൂല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ മത്സരത്തിൽ, അതായത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ തോന്നിയത് എന്നുള്ളത് താഴെ കമൻറ്റ് കറൂ.